ഡോക്ടർ അബി പോൾ ചേരുകയാണ്, രസതന്ത്ര വിദഗ്ധനാണ്. ശ്രീ അബി പോൾ, ഈ ചർച്ചയിലേക്ക് അങ്ങേ സ്വാഗതം ചെയ്യുകയാണ്. ഈ അമോണിയം നൈട്രേറ്റ് പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സ്ഫോടന പരമ്പരകൾ നടത്തുവാനുള്ള ശ്രമം നമ്മുടെ രാജ്യത്തും ഭീകരശക്തികൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന റെയ്ഡിൽ പിടിച്ചെടുത്ത അമോണിയം നൈട്രേറ്റിൻ്റെയൊക്കെ അളവുകളെ പറ്റി അങ്ങ് മനസ്സിലാക്കി കാണുമല്ലോ. നേരത്തെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത് ഭീകരശക്തികൾ പരീക്ഷിച്ച് വിജയിച്ച ഒരു ശൈലിയാണ്. അപ്പോൾ ആ ശൈലി നമ്മുടെ രാജ്യത്തേക്ക് കൂടി അഡോപ്റ്റ് ചെയ്യാനുള്ള ശ്രമം ഈ ഭീകരന്മാരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട്. അങ്ങ് എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? അമോണിയം നൈട്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നല്ലൊരു നൈട്രജൻ ഫെർട്ടിലൈസർ ആയിട്ടാണ് ലോകം മുഴുവൻ ഉപയോഗിക്കുന്നത്. പക്ഷെ അത് ഒരു എക്സ്പ്ലോസീവ് ആയിട്ടും ഉപയോഗിക്കാം എന്നുള്ളത് പിന്നീട് കണ്ടെത്തി. അപ്പൊ അതിലൊരു ഡിറ്റോനേഷൻ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് അമോണിയം നൈട്രേറ്റ് വളരെ വയലന്റ് ആയിട്ട് അത് പുറത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ നല്ലൊരു ഫെർട്ടിലൈസർ ആയിട്ടുള്ള ഈ സംഭവത്തിനെ നമുക്ക് എക്സ്പ്ലോസീവ് പർപ്പസിനും ഈ ഭീകരന്മാർ അത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും ദുഃഖകരമായ ഒരു സത്യം. ഇതിന്റെ ഒരു ചെറിയൊരു ചരിത്രം പറയുകയാണെങ്കിൽ ഈ പണ്ട് ഈ നൈട്രജൻ അമോണിയം നൈട്രേറ്റ് എന്ന് പറയുന്നത് പണ്ട് കാലത്ത് നമ്മളത് ഈ ചിലയിലേക്ക് ഉണ്ടായിരുന്ന ഒരു ഡെസേർട്ടിലാണ് ഇത് എക്സ്ട്രാക്ട് ചെയ്തിരുന്നത്. പിന്നീട് അതൊരു ഹേബർ ബോഷ് പ്രോസസ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സിലൂടെ അമോണിയ കണ്ടെത്തിയോട് കൂടിയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ലാബിൽ ഇത് ഉണ്ടാക്കാമെന്ന് കണ്ടോട് കൂടിയിട്ട് ഇത് നൈട്രിക് ആസിഡായിട്ട് കമ്പൈൻ ചെയ്ത് വളരെ നിഷ്പ്രയാസം നമുക്ക് അമോണിയം നൈട്രേറ്റ് ഉണ്ടാക്കുകയും നല്ലൊരു ഫെർട്ടിലൈസർ ആയിട്ട് അത് ഉപയോഗിക്കുകയും ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. പക്ഷെ അത് പിന്നീട് ഭീകരന്മാര് അത് വളരെ മോശമായ രീതിയിലേക്ക് ആ ഒരു റിയാക്ഷനെ കൊണ്ടുപോവാണ് ഉണ്ടായത്. ശരിക്കും പറഞ്ഞാൽ അത് മനുഷ്യ നന്മയ്ക്ക് ഏറ്റവും ഉപകാരമായിട്ടുള്ളൊരു ഫെർട്ടിലൈസറിൽ ഒന്നാണ്. ഇത് നല്ലൊരു നൈട്രജൻ ഫെർട്ടിലൈസറാണ് ഈ അമോണിയം നൈട്രേറ്റ് എന്ന് പറയുന്നത്. ശ്രീ അബി പോൾ, അതായത് ഈ കുറഞ്ഞ വിലയ്ക്ക് ഈ സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കാൻ കഴിയുന്നു എന്ന നിലയിലേക്ക് കൂടിയാണോ ഭീകരർ ഈ ഒരു അമോണിയം നൈട്രേറ്റ് തെരഞ്ഞെടുക്കുന്നത്? വളരെ ചീപ്പാണ് ഈ സാധനം. കാരണം ഈ ഒരു ഫെർട്ടിലൈസർ ഇപ്പൊ നമ്മള് ബൾക്കായിട്ട് ഉണ്ടാക്കുന്ന ഫെർട്ടിലൈസേഴ്സ് ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് അമോണിയം നൈട്രേറ്റ് വാങ്ങാൻ കിട്ടും. അതിന്റെ ഉള്ളിൽ ഒരു ഡിറ്റോനേറ്റർ വെച്ചിട്ട് പെട്ടെന്നൊരു എക്സ്റ്റൻസീവ്, നമ്മളിപ്പോ കെമിസ്ട്രിക്കാർ പറയുകയാണെങ്കിൽ ഒരു 230 ഡിഗ്രി സെന്റിഗ്രേഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടെമ്പറേച്ചർ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ എക്സ്പ്ലോഡ്. അപ്പൊ ആ ചാക്കിനുള്ളിൽ അവര് ഒരു ഡിറ്റോനേറ്റർ വെച്ച് അവരത് എക്സ്പ്ലോഡ് ചെയ്യാണ് അവർ ചെയ്യുന്നത്. വളരെ ചീപ്പായിട്ട് നമുക്ക് സൊസൈറ്റിയിൽ നിന്ന് കിട്ടും, നമുക്ക് പബ്ലിക്കിൽ നിന്ന് കിട്ടും, ഈ സാധനം മാർക്കറ്റിൽ കിട്ടും. അമോണിയം നൈട്രേറ്റ് ഞങ്ങളുടെ കെമിസ്ട്രി ലാബിലൊക്കെ സിമ്പിൾ ആയിട്ട് സോൾട്ട് അനാലിസിനൊക്കെ ചെയ്യുന്ന ഒരു സോൾട്ടാണ്. പക്ഷെ ഇവിടെ ഒന്നും ഒരു കുഴപ്പമില്ലാതെ നമ്മൾ ഉപയോഗിക്കും. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭീകരന്മാരെ കയ്യിലെത്തിയാൽ അവരത് നേരെ റിവേഴ്സ് ഇഫക്റ്റിലാണ് അത് മാറ്റും. ചീപ്പാണ്, കിട്ടാൻ വളരെ എളുപ്പമാണ് അത് കിട്ടാൻ. ഒപ്പം പാകിസ്ഥാനിലൊക്കെ ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നു. പ്രത്യേകിച്ച് ഈ കൃഷി ആവശ്യങ്ങൾക്കൊക്കെയായി പാകിസ്ഥാനിൽ വളരെ കൂടുതലായി ഈ അമോണിയം നൈട്രേറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നും ഇത് ഭാരതത്തിലേക്ക് എത്തിക്കുവാൻ ഉള്ള വലിയ ശ്രമങ്ങൾ നടക്കുന്നതും അതിൻ്റെ ഭാഗമാണ് ഈ കഴിഞ്ഞ ദിവസം ഫരീദാബാദിൽ ഉൾപ്പെടെ പിടിയിലായ ഈ ഭീകരവാദികളിൽ നിന്നും ഇത്രയധികം അമോണിയം നൈട്രേറ്റ് പിടിച്ചെടുത്തത് എന്നത് സംബന്ധിച്ചുള്ള ചില സ്ഥിരീകരണങ്ങൾ കൂടി വരുന്നുണ്ട്. ശ്രീ അബി പോൾ, അത് ശരിയാണ്. കാരണം പാകിസ്ഥാനിൽ മാത്രമല്ല ഇന്ത്യയിലും ഇഷ്ടംപോലെ കമ്പനികൾ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്ത്യയിൽ തന്നെ പ്രൊക്യൂർ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇന്ത്യയിൽ തന്നെ അവർ എവിടെയെങ്കിലും സംഘടിപ്പിക്കാം. പക്ഷെ അത് ഭീകരന്മാരാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും അത് കൊടുക്കാൻ പാടില്ലാത്തതാണ്. പക്ഷെ അത് ഇവിടുന്ന് കിട്ടിയുള്ളത് നമുക്ക് ഇപ്പോഴും ഒരു മിസ്റ്ററിയാണ്. അവിടെ നിന്ന് കൊണ്ടുവരാം. ഇഷ്ടം പോലെ ഫെർട്ടിലൈസർ കമ്പനികൾ ഉണ്ടാക്കുന്നതാണ് അമോണിയം നൈട്രേറ്റ്. നല്ലൊരു നൈട്രജൻ ഫെർട്ടിലൈസറാണ്. നമ്മുടെ കർഷകരുടെ വലിയൊരു സുഹൃത്താണ് ഈ അമോണിയം നൈട്രേറ്റ് എന്ന് പറയുന്നത്. വളരെ നന്ദി ശ്രീ അബി പോൾ, ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. രസതന്ത്ര വിദഗ്ധൻ അബി പോൾ, അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ഒരുപക്ഷെ ഭീകരശക്തികൾ വരും കാലഘട്ടങ്ങളിൽ ഇത് വ്യാപകമായി ഉപയോഗിക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. കാരണം ഈ അമോണിയം നൈട്രേറ്റ് എന്ന ഈ വസ്തു വളരെ ചീപ്പായി ലഭിക്കുന്നതാണ്. കൃഷി ആവശ്യങ്ങൾക്ക് രാസവളമൊക്കെയായി ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ്. അതിനാൽ തന്നെ അതിലൂടെ സ്ഫോടക ശേഷിയുള്ള രീതിയിൽ അതിനെ കൈകാര്യം ചെയ്തുകൊണ്ട് രാജ്യത്ത് വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുക എന്നൊരു നീക്കം ഇപ്പോൾ ഭീകര സംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. അതുണ്ടാക്കാൻ പോകുന്ന വലിയ അപകടത്തിലേക്കാണ് ഡോക്ടർ അബി പോൾ, രസതന്ത്ര വിദഗ്ധൻ, ഈ ചർച്ചയുടെ ഭാഗമായി ചൂണ്ടിക്കാണിക്കുന്നത്.